പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണം. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും കുട്ടിയുടെ വീട് സന്ദർശിച്ചു. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. അനസ്തീഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയുടെ വീട്ടിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും സന്ദർശനം നടത്തി. കുട്ടിയുടെ പിതാവ് സൂരജ്, മാതാവ് വിജിഷ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും അംഗങ്ങളും സംസാരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള യോഗം 3 ദിവസത്തിനുള്ളിൽ ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മീഷൻ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസ് അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരോടും DMOയോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോലീസുമായിട്ടുള്ള DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹവുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഈ അടുത്ത ദിവസം തന്നെ 2-3 ദിവസത്തിനകം തന്നെ അദ്ദേഹം മൊഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിനുശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു തർക്കമില്ല. കാരണം ഇതിനകത്ത് കാര്യമായ നെഗ്ലിജൻസ് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊഴി കേട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കുട്ടിയുടെ രക്ഷിതാവിനോട് സംസാരിച്ചിൽ നിന്ന് മനസ്സിലായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. കമ്മീഷൻ അംഗങ്ങളായ B. മോഹൻകുമാർ, Dr. F. വിൽസൺ, സിസിലി ജോസഫ്, KK ഷാജു എന്നിവരും ചെയർപേഴ്സണൊപ്പം ഉണ്ടായിരുന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.